നമസ്കാരം. തോക്കുകാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ, ഈ കളി ഞങ്ങൾ പണ്ടേ പഠിച്ചതാ എന്ന് ലോകത്തോടെ പറയാതെ പറയുകയാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ ആത്മബോധം ഊട്ടിയുറപ്പിക്കാൻ പുതിയ ആണവ നയങ്ങളുമായി ഉത്തര കൊറിയ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിൽ വെളിപ്പെടുത്തുമെന്നും ഉത്തര കൊറിയൻ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 വർഷത്തെ മൗനത്തിനു ശേഷം കിം ജോങ് ഉൻ വീണ്ടും ലോകത്തിന് മുന്നിലെത്തുമ്പോൾ അത് വെറും വാക്കുകളാവില്ല എന്നത് ഉറപ്പാണ്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി കിം നടത്തിയ നീക്കങ്ങൾ ലോകശക്തികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം കിം തന്നെ നേരിട്ട് പങ്കെടുത്ത കൊറിയൻ ഉപദ്വീപിൽ നിലവിലുള്ള സംഘർഷഭരിതമായ സുരക്ഷാ സാഹചര്യങ്ങളും അമേരിക്ക ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ ശക്തമായ സൈനിക സാന്നിധ്യവും തുടർച്ചയായി നടക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും ഈ പ്രഖ്യാപനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആണവായുധങ്ങളെ രാജ്യത്തിന്റെ പരമാവധി പ്രതിരോധ ഉറപ്പായി ഉത്തര കൊറിയൻ ഭരണകൂടം കാണുന്നത്. അതിനാൽ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് നൽകപ്പെടുന്നത്. ഇതോടൊപ്പം മേഖലയിൽ മാത്രമല്ല ആഗോള തലത്തിലും പുതിയ ആശങ്കകളും നയതന്ത്ര ചർച്ചകളും ശക്തമാകുന്നു എന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ജനുവരി 27 നടന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനിടയിലാണ് കിം ഈ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ ആണവ യുദ്ധ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല പദ്ധതികളാണ് ഭരണകക്ഷി കോൺഗ്രസിൽ വിശദീകരിക്കപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരീക്ഷണം ഉത്തര കൊറിയയുടെ സൈനിക സാങ്കേതിക ശേഷി കൂടുതൽ ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചന കൂടിയാണ്. റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ വികസനം വലിയ വെല്ലുവിളികളോടെ ആയിരുന്നു എന്നത് മുന്നറിയിപ്പെന്നതും കിം തുറന്നു സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഈ പരീക്ഷണം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു എന്നും അദ്ദേഹം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ഏകദേശം 358.5 കിലോമീറ്റർ അകലെയുള്ള കടൽ പ്രദേശത്ത് മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പതിച്ചതായും കിം വ്യക്തമാക്കി. ഇത്തരം കൃത്യതയുള്ള പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ ആക്രമണ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം ജപ്പാൻ കടലിലേക്കാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് മിസൈലുകൾ പതിച്ചതെന്നും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ പരീക്ഷണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ലംഘനമാണ് എന്നും ഇത് മേഖലയുടെ സമാധാനത്തിനും ജപ്പാന്റെ ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നും ടോക്കിയോ ശക്തമായി അപലപിക്കുന്നുണ്ട്. ജപ്പാനൊപ്പം മറ്റ് പ്രാദേശിക ശക്തികളും ഈ നീക്കത്തെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ മാസം ഇത് ആദ്യമായല്ല ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. ദക്ഷിണ കൊറിയൻ നേതാവ് ചൈനയിലേക്ക് ഉച്ചകോടിക്കായി പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തുടർച്ചയായി മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഇത് രണ്ടാം പരീക്ഷണം നടന്നത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ ഈ നീക്കം ഉണ്ടാകുന്നത്. സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പും സമ്മർദ്ദവും സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ഇതിന് പിന്നിലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൊറിയൻ യുദ്ധത്തിനു ശേഷം രൂപപ്പെട്ട ദീർഘകാല സഖ്യത്തിന്റെ ഭാഗമായ അമേരിക്ക ഇപ്പോഴും ദക്ഷിണ കൊറിയയിൽ 10,000-കണക്കിന് സൈനികരെ വിന്യസിക്കുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളായി കാണുന്ന ഉത്തര കൊറിയ അവയെ സ്ഥിരമായി വിമർശിക്കുകയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. അടുത്തിടെ ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തെ കിം തുറന്നടിക്കുകയും ചെയ്യുന്നു. അതിനെ നേരിടേണ്ട ഭീഷണിയായി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ഹനോയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതോടെയാണ് രണ്ടു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വീണ്ടും നിശ്ചലാവസ്ഥയിലായത്. 2025 ഒക്ടോബറിലെ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന പ്രാദേശിക ഉച്ചകോടിക്ക് മുന്നായി കിം വീണ്ടും കൂടിക്കാഴ്ചയുള്ള പ്രതീക്ഷ ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെയും ഉത്തര കൊറിയൻ നേതാവിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല.